ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 6ാം ദിവസമായ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നാം കടക്കുക. വിശുദ്ധ കുർബാന. നമ്മുടെ ജീവിതത്തിൻ്റെ ആശാകേന്ദ്രവും അത്താണിയുമായ വിശുദ്ധ കുർബാന ഭക്തിയോടെ, ശ്രദ്ധയോടെ, പൂർണ്ണ ഹൃദയത്തോടെ അർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞാനിതാ നിന്റെ മുൻപിലേക്ക് അണയുന്നു. നിന്റെ ഈ വിശുദ്ധ ബലിക്കായി ഞാൻ അണയുമ്പോൾ ഈ അപ്പവും വീഞ്ഞും ഈ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയുടെ തിരു ശരീര രക്തമായി മാറുന്നത് പോലെ എൻ്റെ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഈശോയെ, ഒത്തിരിയേറെ പ്രാവശ്യം പതറിപ്പോയിട്ടുണ്ട് ഞാൻ. പത്രോസിനെ പോലെ അങ്ങേ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ. യൂദാസിനെ പോലെ പലപ്പോഴും അങ്ങേ വഞ്ചിച്ചിട്ടുണ്ട് ഞാൻ. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തവനെ പോലെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട് ഞാൻ. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മലിനം നിറഞ്ഞ ഹൃദയത്തെ എടുത്തു മാറ്റി മാംസലമായ ഒരു ഹൃദയം എന്നിൽ നിറയ്ക്കണമേ തമ്പുരാനെ. ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒരു പുതു ചൈതന്യം എനിക്ക് നൽകണമേ എൻ്റെ തമ്പുരാനെ. നമുക്ക് യാചിക്കാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ തമ്പുരാനോട് എല്ലാ പാപത്തെക്കുറിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട്, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകി ഒരു അനുഭവം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവരാണ് നാമൊക്കെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും മനസ്സിലേറിക്കൊണ്ട്, എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ പിതാവേ, ഞാനിതാ വരുന്നു, നിന്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞാനിതാ വരുന്നു. പിതാവേ, എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് അങ്ങ് എനിക്ക് ഒരുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും സന്തോഷവും ദാരിദ്ര്യവും സന്താപവും സമ്പത്തും എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെയും അധരം തുറക്കട്ടെ. നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാനെ ഒരിക്കൽ കൂടി വിളിച്ചപേക്ഷിക്കാം. തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വിളി കേട്ടുകൊണ്ട് നമുക്കൊരു അനുഭവമായി കടന്നു വരുവാനായിട്ട് എൻ്റെ തമ്പുരാനെ എന്നെ തൊഴണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാനും ആത്മാവിന്റെ അഭിഷേകത്താൽ പ്രചോദിതരായി നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുവാനും ആത്മാവ് നമ്മെ നയിക്കട്ടെ. വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ ശക്തിയായി ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയുവാൻ, ഭാഷാപരത്തിന്റെ ആത്മാവ്, വിടുതലിന്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയുവാൻ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.
ഈശോയെ ഒരിക്കൽ കൂടി ഉച്ച സ്വരത്തിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് ഉറക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കാം. ഈശോ പറയുന്നു, ഞാൻ ദൈവമാണെന്ന് അറിയുക. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നീ ബലിപീഠത്തിലേക്ക് വരുമ്പോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം പറഞ്ഞു തീർക്കുക. സഹോദരനുമായി രമ്യപ്പെട്ടതിന് ശേഷം ബലിയർപ്പിക്കാൻ അണയുക. നിർമ്മലമായ ഹൃദയത്തോടെ നാം ഓരോരുത്തരും തമ്പുരാന്റെ മുൻപിലായിരിക്കുകയാണ്. ഒരുമയോടെ ഒന്നു ചേർന്ന് ഈ ബലി, നന്ദിയുടെ ഈ ബലി തമ്പുരാൻ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപികളെ
അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. Sarve
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അപരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് നാം ഇപ്പോൾ ശ്രവിക്കുവാൻ പോകുന്നത്. നമ്മുടെ സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും തിരിച്ചറിയുന്ന വചനം. കാറ്റിനെ ശാസിച്ച് കാറ്റിനെ അടക്കി നിർത്തിയ വചനം, കടലിനെ ശാന്തമാക്കിയ വചനം. ആ വചനമാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. വചനമേ, എൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റായി വീശണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ വചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥമെന്തെന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായതെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 6
വാക്യങ്ങൾ 34 മുതൽ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെയെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും.